ഇവർക്കൊന്നും ആസ് എ ഫാമിലി ഞങ്ങൾ ഒരു അധികാരം കൊടുത്തിട്ടില്ല ഈ ന്യൂസ് പുറത്തേക്ക് വിടാനോ. അല്ലെങ്കിൽ എൻ്റെ ഡാഡി മരിച്ചിട്ട് ആദ്യം ഞങ്ങളെ അല്ല അറിയിച്ചത്. ഒരു മരണമാണെങ്കിലും അത് സെലിബ്രേറ്റ് ചെയ്യുന്ന വരും അതൊരു ന്യൂസാക്കി മാറ്റി അതിനെ പബ്ലിഷ് ചെയ്ത് അതുവഴി ഫേമസ് ആക്കാൻ നോക്കുന്ന ഒരാൾക്കാരാണെന്നുള്ള ഒരു സത്യാവസ്ഥ ഞങ്ങൾ പറഞ്ഞു. അത് മാത്രമല്ല ഇത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് സാർ. അപ്പോൾ പറഞ്ഞവരങ്ങനെ പറഞ്ഞു. പക്ഷെ അത്തരം ഒരു എല്ലാ സ്വത്തുക്കളും നിങ്ങളുടെ കയ്യിലായി, നിങ്ങൾ അതുമായിട്ട് പോയി. പക്ഷെ ഡാഡി എന്ന് പറയും 60 വയസ്സ് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും എൻ്റെ ഫാമിലി ഡിപ്പെൻഡ് ചെയ്യില്ല, ഞാൻ പുറത്തു പോയി താമസിക്കും. എനിക്ക് പറയാനുള്ളത് സെലിബ്രിറ്റി ആണെങ്കിലും എന്താണെങ്കിലും അവരുടെ പേഴ്സണൽ ലൈഫ് നമ്മൾ റെസ്പെക്ട് ചെയ്യണം, മാനിക്കണം. ഞങ്ങൾക്കറിയാം താര ഇവിടെ ഉണ്ടായിരുന്നു, അതൊന്നും പേഴ്സണലാക്കി എടുക്കരുത്. വി നോ സത്യം എന്താണെന്നുള്ളതും. ഈ നെവർ ഫോളോഡ് ആസ് എ റിലിജിയൻ ഒന്നും ഫോളോ ചെയ്തില്ല. അപ്പം ഇനി എൻ്റെ ഡാഡിയുടെ ലെഗസി എങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്നതിൻ്റെ ഒരു ഇതിലാണ് ഞാനിപ്പോൾ. ഡാഡി എപ്പോഴും പറയുന്നു മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ഗംഭീര നടനാണ് എന്ന് എപ്പോഴും ഡാഡി പറയായിരുന്നു. 3000 years ago എറയുടെ ഒരു സ്റ്റോറിയാണ്. അപ്പൊ അതിനകത്ത് ഡാഡി പറഞ്ഞു ഇത് മോഹൻലാൽ ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പൊ അന്ന് ഇതുപോലെ അന്ന് എനിക്ക് ഓർമ്മയുണ്ട് മമ്മൂട്ടി അങ്കിളും സുലു ആൻറ്റിയും എല്ലാവരും ഉണ്ട്. മമ്മിയും സുലു ആൻറ്റി എല്ലാവരും അവരൊരു ഗ്യാങ് ആണ്. അവർ ഷോപ്പിങ്ങിന് പോകും. അപ്പൊ ഞാനും ദുൽഖറും സുറുമിയും എൻ്റെ ബ്രദറും ഞങ്ങൾ 4 പേരാണ്. ഇത്രയും ഡീപ്പായിട്ടാണ് ഓരോ ക്യാരക്ടറിൻ്റെ ഡിപ്പിക്ട് ചെയ്യുന്നതും. ആ ക്യാരക്ടറിന് 100% ജസ്റ്റിസ് ആരെ കൊണ്ട് കൊടുക്കാൻ പറ്റും എന്ന ഒരു ആക്ടറിനെയാണ് ഡാഡി അവിടെ